AWS CodeDeployയിലുള്ള റോൾബാക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് ഡിപ്ലോയ്മെൻറ്റ്സ് നടക്കുന്ന സമയത്ത് പല റീസൺസ് കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫെയിലിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫെയിൽഡ് ആയ വെർഷൻസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കണോ, അതോ നമുക്ക് ഒരു പ്രീവിയസ് വെർഷനിലോട്ട് ജസ്റ്റ് പ്രീവിയസ് വെർഷൻ കറക്റ്റിൽ വർക്കായിക്കൊണ്ടിരുന്ന പ്രീവിയസ് വെർഷനിലോട്ട് റോൾ ബാക്ക് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, ഈ ഓട്ടോമാറ്റിക് ഡിപ്ലോയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള ഒരു സെഷനാണ് റോൾ ബാക്ക് എന്നുകൊണ്ട് റോൾ ബാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റോൾ ബാക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റോൾ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് റോൾ ബാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ റോൾ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ക്രൈറ്റീരിയസാണ് അതിനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ റോൾ ബാക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക് റോൾ ബാക്ക് ഉണ്ട്, പിന്നെ ഒന്ന് മാനുവൽ റോൾ ബാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് മാനുവൽ റോൾ ബാക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഡിപ്ലോയ്മെൻറ്റ് ഫെയിലായി, അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് പ്രീവിയസ് വെർഷനിലോട്ട് പോകണമെങ്കിൽ നമുക്ക് മാനുവലി തന്നെ പഴയ വെർഷൻ ഉപയോഗിച്ച് നമ്മളൊന്ന് ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ കോഡ് ഡിപ്ലോയ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പഴയ വെർഷൻ റീസ്റ്റോർ ചെയ്യും ആ ഒരു ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ അതാണ് മാനുവൽ റോൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ല. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ ഓട്ടോമാറ്റിക് റോൾ ബാക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് റോൾ ബാക്കാണ് എങ്ങനെ നമുക്കൊരു ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഒന്ന് രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്കത് ക്രൈറ്റീരിയാസ് ഉണ്ട്, നമുക്കത് എങ്ങനെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റിലോട്ട് എടുക്കാം, കോഡ് ഡിപ്ലോയ്മെൻറ്റ് എടുക്കാം. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻസിൽ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ആപ്ലിക്കേഷൻ എടുത്തു, അതിനകത്ത് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ്, ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അതിൽ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വരുമ്പോൾ അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മുമ്പ് നോക്കിയിട്ടില്ലായിരുന്നു, അത് അഡ്വാൻസ്ഡ് എടുക്കാം. അതിൽ റോൾ ബാക്ക് നമ്മളിപ്പോൾ ഇവിടെ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കത് ആ ഡിസേബിൾ ചെയ്തിരിക്കുന്ന നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, മാറ്റിയിട്ട് നമുക്കിവിടെ കണ്ടില്ലേ രണ്ട് ടൈപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ട് ക്രൈറ്റീരിയസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റോൾ ബാക്ക് വെൻ എ ഡിപ്ലോയ്മെൻറ്റ് ഫെയിൽസ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് റോൾ ബാക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫെയിൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീവിയസ് വെർഷനിലോട്ട് റോൾ ബാക്ക് ചെയ്യാൻ, അതാണ് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് റോൾ ബാക്ക് വെൻ അലാം ത്രഷോൾഡ്സ് ആർ മെറ്റ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഡെവോപ്സ് പെർസ്പെക്റ്റീവിൽ ഒരു എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ആദ്യത്തെ സിമ്പിൾ കേസാണ്, അതായത് ഒരു ഡിപ്ലോയ്മെൻറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങ് റോൾ ബാക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തതാണ് അലാം ത്രഷോൾഡ്, ഏതെങ്കിലും ഒരു അലാം ത്രഷോൾഡ് മെറ്റിയാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യാൻ. അപ്പോൾ എന്ത് അലാം ത്രഷോൾഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ അലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ക്ലൗഡ് വാച്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അലാംസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്ലൗഡ് വാച്ചിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അലാംസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ത്രഷോൾഡ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അത് സംഭവിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ഡിപ്ലോയ്മെൻറ്റ് സംഭവിച്ചു, മറ്റ് ലോജിക്കലി എറേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഡിപ്ലോയ്മെൻറ്റ് റോൾ ബാക്ക് ആയില്ല. അതായത് ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ ഇൻസ്റ്റൻസ് ഒന്നും ഫെയിൽ ആയില്ല, അപ്പോൾ അത് കാരണം ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ല, അത് ഡിപ്ലോയ്മെൻറ്റ് ആയി. പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തോ ബഗ്സോ അങ്ങനത്തെ ലോജിക്കൽ എറേഴ്സ് എന്തോ മിസ്റ്റേക്സ് കാരണം ബഗ്ഗോ എന്തെങ്കിലും മിസ്റ്റേക്സ് കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ നമുക്ക് CPU യൂട്ടിലൈസേഷൻ അങ്ങ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഒരു 70%, 80%, 100% വരെ അങ്ങ് അടിച്ച് കയറി നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായി തുടങ്ങിയപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ മുതൽ. അപ്പം കൂടുതൽ നമുക്ക് അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഓഫ് കോഴ്സ് നമ്മുടെ സെർവർ ഫെയിൽ ആവും, സെർവർ ഹാങ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് റോൾ ബാക്ക് ചെയ്യണം നമ്മുടെ പ്രീവിയസ് വെർഷനിലോട്ട് ഡിപ്ലോയ്മെൻറ്റ്. അപ്പം അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് വാച്ചിൽ നമുക്ക് അലാംസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ CPU യൂട്ടിലൈസേഷൻ്റെ അലാം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യാനാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് വാച്ച് തന്നെ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഒരുപാട് യൂസ്ഫുള്ളൊരു സർവീസാണ് ക്ലൗഡ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ക്ലൗഡ് വാച്ച് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. നമുക്ക് എക്സാം എഴുതാനാണെങ്കിലും ഒരു റിയൽ വേൾഡ് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ക്ലൗഡ് വാച്ചിൻ്റെ നല്ല രീതിയിലുള്ള നോളജ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ ക്ലൗഡ് വാച്ച് എടുത്തു. അതിൽ നമുക്ക് അലാംസിൻ്റെ അവിടെ ക്രിയേറ്റ് അലാംസ് എന്നും പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഒരു അലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് മെട്രിക് എടുത്തു. അതിൽ EC2 മെട്രിക് തന്നെയാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി ഫണ്ടമെൻ്റൽ കോഴ്സിലെല്ലാം ക്ലൗഡ് വാച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അലാംസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാത്തത്. ഓക്കെ,
പെർ ഇൻസ്റ്റൻസ് മെട്രിക്സ് തന്നെ എടുത്തു. അതിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ EC2-ൽ ഞാൻ പേര് കൊടുത്തിരിക്കുന്ന വെബ് സെർവർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ വെബ് സെർവറിൽ നമുക്കിപ്പോൾ CPU യൂട്ടിലൈസേഷൻ എന്നൊരു മെട്രിക്സ് നമുക്ക് എടുക്കാം. നമുക്ക് CPU യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്കിപ്പോൾ അലാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്രൈറ്റീരിയ റിയൽ ടൈം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിളിന് CPU യൂട്ടിലൈസേഷൻ മെട്രിക്സ് എടുത്തു, സെലക്ട് മെട്രിക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഒരു മോർ ദാൻ ഇപ്പോൾ ഒരു 80% വരെയാണെങ്കിൽ അലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് അഡീഷണൽ കോൺഫിഗറേഷൻ ഒന്നും കൊടുക്കേണ്ട, തൽക്കാലം നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു SNS ടോപ്പിക്ക് അത് മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ടെസ്റ്റ് ടോപ്പിക്ക് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തു. നമുക്കിവിടെ EC2 CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഞാനൊരു പേര് കൊടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ക്രിയേറ്റ് അലാം കൊടുത്തു. അപ്പോൾ ഒരു അലാം ഞാനിപ്പം ബേസിക്കലി ഒരു അലാം നമ്മുടെ ടെസ്റ്റ് പർപ്പസിന് വേണ്ടി ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 80% കൂടുകയാണെങ്കിൽ ഈ അലാം സ്റ്റേറ്റ് ട്രിഗർ ചെയ്യും. അപ്പോൾ അതിന് ബേസിക് അലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. നമ്മൾ വീണ്ടും കോഡ് ഡിപ്ലോയിൽ വന്നു. അത് കഴിഞ്ഞ് നമുക്കിവിടെ അലാംസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആഡ് അലാം എന്ന് പറഞ്ഞൊരു ബട്ടൺ എടുത്തു. അത് റിഫ്രഷ് ആയി വന്നിട്ടില്ല. നമുക്ക് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ആ ക്ലൗഡ് വാച്ചിൽ ക്രിയേറ്റ് ചെയ്ത അലാം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കോഡ് ഡിപ്ലോയ് ഒന്നും റിഫ്രഷ് ചെയ്തു. വീണ്ടും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു. അഡ്വാൻസ്ഡിൽ വീണ്ടും ആഡ് അലാം എടുത്തു. അതിൽ കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലൗഡ് വാച്ചിൽ ക്രിയേറ്റ് ചെയ്ത അലാം ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അലാം ഇവിടെ സെലക്ട് ചെയ്തു, ആഡ് അലാം കൊടുത്തു, ഇവിടെ എന്നിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പം EC2 CPU യൂട്ടിലൈസേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് ഇഗ്നോർ അലാം കോൺഫിഗറേഷൻ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ഡിപ്ലോയ്മെൻറ്റ് ഈവൻ ഇഫ് അലാം സ്റ്റാറ്റസ് ഈസ് അവൈലബിൾ. അപ്പോൾ അലാം സ്റ്റാറ്റസ് ഇല്ലെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുക്കാം. അതെന്തായിരുന്നാലും നമുക്കിവിടെ ഈ ഒരു അലാം നമുക്കിവിടെ വന്നിട്ടുണ്ട് അലാംസിൻ്റെ കൂട്ടത്തിൽ. ആ ഒരു ക്രൈറ്റീരിയയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അലാമാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അതായത് 80%-ൽ കൂടുതൽ CPU യൂട്ടിലൈസേഷൻ വരെയാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യാനായിട്ട്. റോൾ ബാക്ക് ചെയ്യണം വേണ്ടെന്നുള്ള കാര്യങ്ങൾ ഇനിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അലാം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ റോൾ ബാക്ക് വെൻ ഡിപ്ലോയ്മെൻറ്റ് ഫെയിൽസ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. രണ്ടാമത്തത് ഇതാണ്, ഇതിന് കറസ്പോണ്ട് ഈ ഒരു അലാമാണ്, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. റോൾ ബാക്ക് വെൻ അലാം ത്രഷോൾഡ് ആർ മെറ്റ്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത അലാമിൻ്റെ ത്രഷോൾഡ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്ലോയ്മെൻറ്റ് ആകുന്ന സമയത്ത് ഈ പറഞ്ഞ ആ ഒരു CPU ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പുതിയതായിട്ടുള്ള റിവിഷൻ ആ ഒരു വെർഷനിൽ ആപ്ലിക്കേഷൻ ഇത്രയും ഒരു 80% കൂടുതൽ CPU യൂട്ടിലൈസേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫെയിൽ ആവില്ല. പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് റോൾ ബാക്ക് ചെയ്ത് പ്രീവിയസ് വെർഷനിലോട്ട് പോകും. ഫെയിൽ ആവുന്ന കേസ് ഇവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫെയിൽ ആവും, റോൾ ബാക്ക് ചെയ്യും, അപ്പോഴും റോൾ ബാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് എങ്ങനെ റോൾ ബാക്ക് ചെയ്യാമെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. റോൾ ബാക്കിൽ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ടോട്ടലി ഇൻസ്റ്റൻസ് ഫെയിൽ ആവുകയാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെട്രിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അലാം ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് റോൾ ബാക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് റോൾ ബാക്കിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. മെയിനായിട്ട് ക്ലൗഡ് വാച്ചും ഇതുമായിട്ട് ഡിപ്ലോയ് ആയിട്ട് കോഡ് ഡിപ്ലോയ് സർവീസായിട്ട് വളരെ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റിഗ്രേഷനാണ് ഉള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോജിക്കലി ഇതിൽ ചെയ്തെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും റിയൽ ടൈം പ്രോജക്ട്സ് ഒക്കെ വരുന്ന കേസിൽ. ഞാനിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സർവീസാണ്. ഇത് രണ്ടും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ റൂൾസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം ഇനി.